കിച്ചൻ ബിൻ അഴിമതി CPM-ഉം തിരുവനന്തപുരം നഗരസഭാ ഭരണസമിതിയും കൃത്യമായി ആസൂത്രണം ചെയ്ത് പഠിച്ച് നടപ്പാക്കിയ പ്രധാനപ്പെട്ട അഴിമതിയാണ്. മാലിന്യ സംസ്കരണത്തിന് അതിന് സാങ്കേതികമായി ശാസ്ത്രീയമായി ഒരു ഉപാധിയില്ലാത്ത ഒരു നഗരം തിരുവനന്തപുരമാണ്. അതിന് കാരണം ഈ അഴിമതിയാണ്. 450 ടൺ മാലിന്യം കളക്ട് ചെയ്യണമെങ്കിൽ, ശേഖരിക്കണമെങ്കിൽ ഒരു ദിവസം CPM-ന് ലഭിക്കുന്നത് 31,50,000 രൂപയാണ്. അഴിമതി കാണിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിന് ഏത് സാങ്കേതികതയും ഏത് നിയമപരമായുള്ള പ്രശ്നത്തെ മറികടന്ന് CPM-ഉം ആര്യ രാജേന്ദ്രനും പിണറായി വിജയനും തിരുവനന്തപുരത്ത് നടപ്പാക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടപ്പിലാക്കിയ കിച്ചൻ ബിൻ പദ്ധതിയിൽ എങ്ങനെയാണ് അഴിമതി നടത്തിയത്, എങ്ങനെയാണ് ഈ പദ്ധതി അട്ടിമറിക്കപ്പെട്ടത്, ആരൊക്കെയാണ് ഈ അഴിമതിയുടെ പങ്ക് പറ്റിയവർ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ഗോകുൽ ഗോപിനാഥ്. കിച്ചൻ ബിൻ അഴിമതി കേരളത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ CPM-ഉം തിരുവനന്തപുരം നഗരസഭാ ഭരണസമിതിയും കൃത്യമായി ആസൂത്രണം ചെയ്ത് പഠിച്ച് നടപ്പാക്കിയ പ്രധാനപ്പെട്ട അഴിമതിയാണ്. ആ അഴിമതിയുടെ ബാക്കി പത്രമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിലില്ല. നിങ്ങൾ നോക്കൂ, ലോകത്തൊരു സംസ്ഥാന തലസ്ഥാനത്ത് മാലിന്യ സംസ്കരണത്തിന് അതിന് സാങ്കേതികമായി ശാസ്ത്രീയമായി ഒരു ഉപാധിയില്ലാത്ത ഒരു നഗരം തിരുവനന്തപുരമാണ്. അതിന് കാരണം ഈ അഴിമതിയാണ്. അതിന് കാരണം ഈ കിച്ചൻ ബിൻ അഴിമതി കൂടിയാണ്. ഇവിടെ 2016 മുതൽ 2019 വരെ ഏകദേശം 15.5 കോടി രൂപയുടെ അഴിമതിയാണ് ഈ കിച്ചൻ ബിൻ അഴിമതി നടന്നിട്ടുള്ളത്. എല്ലാത്തിനും കമ്മീഷനാണ്, എല്ലാത്തിനും വെട്ടിപ്പാണ്. ഇവിടെ നടക്കുന്നത് ഒമേഗ ഐക്കോണിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഇവർ ഇതിൻ്റെ കരാർ കൊടുക്കുന്നു 15.5 കോടി രൂപ. നിയമം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള പദ്ധതികൾക്ക് ടെൻഡർ വിളിക്കണമെന്നുള്ളതാണ് നിയമം. പക്ഷേ 15.5 കോടി രൂപയുടെ ഈ മഹാപദ്ധതി നമ്മുടെ നഗരത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും പ്രയോജനമായിരുന്ന ആ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി അവർ ഒമേഗ ഐക്കോണിക് എന്ന് പറയുന്ന ഒരു കമ്പനി, കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള CPM നിയന്ത്രണത്തിലുള്ള CPM നേതാക്കന്മാരുടെ കമ്പനിക്ക് ഇതിൻ്റെ കൊട്ടേഷൻ കൊടുക്കുന്നു. ഈ ഒമേഗ ഐക്കോണിക് എന്ന് പറയുന്ന കോയമ്പത്തൂർ ആസ്ഥാനമായ കമ്പനിക്ക് ശുചിത്വ മിഷൻ്റെ അനുമതിയില്ല, ക്ലിയറൻസ് ഇല്ല എന്ന് കണ്ടുകൊണ്ട് IRTC എന്ന് പറയുന്ന കമ്പനിക്ക് ഇതിനെ മാറ്റിക്കൊടുക്കുന്നു. അപ്പോഴും കിച്ചൻ ബിൻ അതിൻ്റെ സാമഗ്രികൾ വാങ്ങാൻ വേണ്ടി 9.5 കോടി രൂപയുടെ പദ്ധതി അപ്പോഴും IRTC വഴി ആർക്ക് കൊടുക്കുന്നു? ഒമേഗ ഐക്കോണിക്കിന് കൊടുക്കുന്നു. അപ്പോൾ അഴിമതി കാണിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിന് ഏത് സാങ്കേതികതയും ഏത് നിയമപരമായുള്ള പ്രശ്നത്തെ മറികടന്ന് CPM-ഉം ആര്യ രാജേന്ദ്രനും പിണറായി വിജയനും തിരുവനന്തപുരത്ത് നടപ്പാക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് അവർ ഇത് അഴിമതി കാണിക്കുന്നത്? എന്തിനാണ് മാലിന്യത്തിൽ അവർ അഴിമതി കാണിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം എന്ന് പറയുന്നത് 450 ടണ്ണാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഈ 450 ടൺ മാലിന്യം നമ്മുടെ വീടുകളിൽ, മാളുകളിൽ, കല്യാണ മണ്ഡപങ്ങളിൽ, മാർക്കറ്റുകളിൽ ഒക്കെ, ഭക്ഷണശാലകളിൽ ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ജൈവ മാലിന്യവും അജൈവ മാലിന്യവും കളക്ട് ചെയ്യാൻ വേണ്ടി CPM നിയന്ത്രണത്തിലുള്ള ഏജൻസികൾ ഈടാക്കുന്ന പണം എന്ന് പറയുന്നത് കിലോയ്ക്ക് 7 രൂപയാണ്. 450 ടൺ മാലിന്യം കളക്ട് ചെയ്യണമെങ്കിൽ, ശേഖരിക്കണമെങ്കിൽ ഒരു ദിവസം CPM-ന് ലഭിക്കുന്നത് 31,50,000 രൂപയാണ്. ഒരു മാസമായപ്പോൾ അത് ഏകദേശം 9.5 കോടി രൂപയാണ്. ഒരു വർഷമായപ്പോൾ 115 കോടി രൂപ. അപ്പോൾ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കാനുള്ള കിച്ചൻ ബിൻ പദ്ധതി അട്ടിമറിച്ച് ആ പദ്ധതിയിൽ തന്നെ അഴിമതി കാണിച്ച് ആ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മാലിന്യം ശേഖരിക്കാനുള്ള ഏജൻസികളെ നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അവർക്ക് നഷ്ടമാകുന്നത് 115 കോടി രൂപയാണ്. CPM-ൻ്റെ തിരുവനന്തപുരത്തെയും സംസ്ഥാനത്തെയും നേതാക്കന്മാരുടെയും പാർട്ടി ഓഫീസിൻ്റെയും ഖജനാവിലേക്ക് എത്തേണ്ട 115 കോടി രൂപ CPM-ന് നഷ്ടമാകും. ആര്യ രാജേന്ദ്രൻ നഷ്ടമാകും, പിണറായി വിജയൻ നഷ്ടമാകും എന്നതുകൊണ്ടാണ് അവർ ഈ പദ്ധതി അട്ടിമറിച്ചത്. ജനങ്ങൾക്ക് എത്ര ഉപകാരപ്പെടേണ്ട പദ്ധതിയായിരുന്നു. അപ്പോൾ ഇതൊരു പൊതുരീതിയാണ്. ഈ പദ്ധതി ഈ 450 ടൺ മാലിന്യം ശേഖരിച്ചുകൊണ്ട് നിങ്ങൾ നോക്കൂ, അത് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഭൂമിയിൽ അതിന് സംസ്കരിക്കാനുള്ളൊരു ശാസ്ത്രീയവും സാങ്കേതികവുമായ ഒരു പദ്ധതി ഉണ്ടോ? ഇല്ല.
നമുക്ക് ഓർമ്മയുണ്ടോ വിളപ്പിൽശാല? വിളപ്പിൽശാല എന്ന പേര് തന്നെ ഏറ്റവും മലീമസമായ ഒരു കാര്യത്തെ ഉപമിക്കുന്നതായി മാറിയില്ലേ? ആ നാടിനെ തന്നെ അപമാനിച്ചില്ലേ ഇവർ? അപ്പോൾ ഭൂമിയിൽ ഈ മാലിന്യം, ഖരമാലിന്യം സംസ്കരിക്കാനുള്ള പദ്ധതിയിൽ പോലും അട്ടിമറിയും അഴിമതിയും ഒരു രീതിയിലുമുള്ള പ്രാഥമികമായ പഠനങ്ങൾ പോലും നടത്താതെ വീണ്ടും വിളപ്പിൽശാലകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇടപെടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതവർ നടത്തുന്നത് എന്തിനാണ്? നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം നഗരത്തിൽ ഈ മാലിന്യ പ്ലാന്റ് വന്നാൽ ഇവർക്ക് ലഭിക്കുമായിരുന്ന 115 കോടി രൂപ അഴിമതിയിലൂടെ അത് നടത്താൻ വേണ്ടി കഴിയില്ല, അതിനെ എടുക്കാൻ വേണ്ടി കഴിയില്ല, കട്ടുകൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് ഈ കിച്ചൺ ബിൻ പദ്ധതി ഇവർ അട്ടിമറിച്ചത്. അതുകൊണ്ടാണ് ഇവർ ഒമേഗ ഐക്കോണിക്കിന് ഈ പദ്ധതി പുറംവാതിലിലൂടെ പതിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഇവർ IRTC വഴി ഇത് ഒമേഗയ്ക്ക് കൊടുത്തത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് തിരുവനന്തപുരത്തെ CPM-ന്റെ ജില്ലാ നേതാക്കന്മാരാണ്. ആര്യ രാജേന്ദ്രനാണ്. ഇതിൻ്റെ എല്ലാം കമ്മീഷൻ പറ്റുകയാണ്. തിരുവനന്തപുരത്ത് മരാമത്ത് പണികൾ, റോഡ്, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ചെറുതോടുകൾ ഒക്കെ നിർമ്മിക്കുന്ന മരാമത്ത് പണികൾ, ഈ പണികളിൽ 40%, 1 മീറ്റർ ടാർ ഇടണമെങ്കിൽ 40% കമ്മീഷൻ CPM-ന്റെ ഏരിയ സെക്രട്ടറിക്കും ലോക്കൽ സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും കൊടുത്താൽ മാത്രമേ ഇവിടെ നടക്കൂ എന്ന രീതിയിലേക്ക് CPM നമ്മുടെ നാടിൻ്റെ വികസനത്തെ കവർന്നെടുക്കുകയും അതിനെ വിഴുങ്ങുകയും ചെയ്യുകയാണ്. വികസനം വിഴുങ്ങികൾ, അതാണ് CPM. ഈ നാട്ടിലെ മാലിന്യത്തിൽ പോലും പണം ചികയുന്ന, അഴുക്കിൽ പോലും പണം തിരയുന്ന CPM-ന്റെ ഈ ദുർഭരണം നമുക്ക് ഈ ഡിസംബർ 9 ഈ നാട് അവസാനിപ്പിക്കണം. തിരുവനന്തപുരം നഗരസഭയ്ക്ക് എന്തുകൊണ്ടാണ് ഈ മാലിന്യ സംസ്കരണം മര്യാദയ്ക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് എന്നുള്ളതിനുള്ള വ്യക്തമായുള്ള ഉത്തരമാണ് ഈ കിച്ചൺ പിൻ പദ്ധതിയിൽ ഉൾപ്പെടെ അഴിമതി നടത്തി എന്നുള്ളത്. 15 കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് മാലിന്യത്തിൽ ഉൾപ്പെടെ സഖാക്കൾ നടത്തിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.